ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു താരമാണ് ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിലെ ഒരു താരം. പുള്ളിക്കാരിയുടെ പേര് DJ സന എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലൊരു മാളിൽ നടന്നൊരു DJ പാർട്ടിയും പരിപാടിയൊക്കെയാണ്. അതില് ഈ ഒരു DJ സന എന്ന് പറയുന്ന സ്ത്രീ കാണിച്ചു കൂട്ടിയ എന്താണ്, ഇതിനാണോ DJ ഡാൻസ് അല്ലെ DJ പാർട്ടി എന്നൊക്കെ പറയണേ, ഇതാണോ? അല്ല, നമുക്കറിയില്ല കേട്ടോ. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് വീഡിയോസ് കാണാം, എന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അപ്പൊ എല്ലാരും കണ്ടല്ലോ, ഇത് വേറെ രാജ്യത്തൊന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തില് കഴിഞ്ഞ ദിവസം ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ഒരു മോളിൽ നടന്ന പരിപാടിയാണ്. അതിൽ ടിക്കറ്റ് വെച്ചാണ് ആളെ കയറ്റിയത്. അപ്പോൾ ആളെ കയറ്റിയപ്പോൾ ഒരാൾക്ക് എന്തായാലും നല്ല രീതിയിൽ പൈസ ആയിട്ടുണ്ടാവണം. അപ്പൊ ഇതുപോലൊരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി ഇമാതിരി പരിപാടി കാണിക്കുന്നതിന് ആൾക്ക് ഒന്നിന് വെച്ച് നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ടായിരിക്കണം അതിനകത്ത് കയറാൻ പറ്റുന്ന. മോളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. എന്തായാലും ആ സ്ത്രീ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ നിങ്ങൾ കണ്ടല്ലോ. ഇതിനൊക്കെയാണ് DJ ഡാൻസ് അല്ലെ DJ പാർട്ടി എന്നൊക്കെ പറയുന്നത്. എങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കും എന്ന് പറയാം. വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാലും, അതായത് ഇപ്പൊ പല സ്ത്രീകളും ഓരോ വൃത്തികേട് കാണിച്ച് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് എന്റെ ഇഷ്ടമാണ് എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കണ്ട എന്നുള്ളത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് വൃത്തികേടും കാണിക്കാമെന്നാണ് ചില സ്ത്രീകളുടെ വിചാരം. അപ്പൊ അതുപോലെ ഒരു വൃത്തികേടാണ് ഈ ഒരു DJ പാർട്ടിയിൽ ആ ഒരു പെണ്ണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ശരീരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് ഭാഗമാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം അമ്മാതിരി ഇട്ടുകൊണ്ടുള്ള ഒരു ഡാൻസ് ആണ് അവർ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അയ്യോ, ഇവർക്കെതിരെ ഭയങ്കര സൈബർ ബുള്ളിങ് ഒക്കെ ഇവർ നേരിടേണ്ടി വന്നു. അല്ല, എങ്ങനെ ആൾക്കാർ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കമന്റ് പറയാതിരിക്കും? അമ്മാതിരി വൃത്തികേടല്ലേ നിന്ന് കാണിക്കുന്നത്. അതും നമ്മുടെ കേരളത്തില് ഇമാതിരി ഒരു പരിപാടിയൊക്കെ നടന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് കാണാനായിട്ട് ആൾക്കാർ പോവാതിരിക്കുവോ? കാരണം ലൈവായിട്ട് ഇത് ഇത്രയും അടുത്ത് വെച്ച് കാണാൻ കിട്ടുന്ന ഒരു അവസരം ഏതെങ്കിലും അവന്മാർ പാഴാക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ഈ ഒരു പെണ്ണ് വന്ന് നിന്ന് തുള്ളുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, എന്തൊക്കെയോ പുകകൾ പറത്തുന്നു. ഹോളി ആഘോഷമായിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നടന്നൊരു പരിപാടിയാണ്. എന്തൊക്കെയോ പുകകൾ പറത്തുന്നു, കടന്നു തുള്ളുന്നു. അതാണ് സഹിക്കാൻ പറ്റാത്തത്. എൻ്റെ പൊന്നോ, തുള്ളലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തുള്ളല്. എന്നിട്ട് ഈ സ്റ്റേജിന്റെ താഴെ ഫുള്ളും ചെറുക്കന്മാരാണ്, പയ്യന്മാരും ചെറുക്കന്മാരും ഒക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ കണ്ണ് എവിടെയായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഇമാതിരി വേഷം കെട്ടൊക്കെ വന്ന് നിന്ന് കാണിച്ച് കടന്ന് തുള്ളുകയോ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരാ നോക്കാതിരിക്കുന്ന? ആരാ? ഇമാതിരി വൃത്തികേടൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കും? അപ്പൊ ഇവര് തന്നെ പിന്നീട് വന്നിട്ട് പറയുന്നുണ്ട് ഇവർക്കെതിരായിട്ട് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഒക്കെ ഇവർ നേരിടേണ്ടി വന്നു. എങ്ങനെ ആൾക്കാർ പറയാതിരിക്കുമെന്ന് പറ. കാരണം ഇമാതിരി വൃത്തികേടുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ പറയാതിരിക്കും? 2 ദിവസം മുൻപ് തൃശൂരിൽ നടന്ന DJ സനയുടെ പരിപാടിക്ക് പിന്നാലെ വന്ന സൈബർ ആക്രമണത്തിൽ പ്രതികരിക്കുകയാണ് സന. ഒരു റിയാക്ഷൻ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തുകൊണ്ടാണ് സനയുടെ പ്രതികരണം. സബീൽ വില്ലു എന്നയാളുടെ പോസ്റ്റിന് താഴെയാണ് കമന്റ്. സ്ത്രീകൾ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുമെന്നായിരുന്നു സബീൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത്. ഇത് വേദനയ്ക്കും അപ്പുറമായ കാര്യമാണെന്നും ബോഡി ഷേമിങ്ങും പരിഹാസങ്ങളും ജീവഭയം ഉണ്ടാക്കുന്നതാണെന്നുമാണ് സന കുറിക്കുന്നത്. ഇത് കേവലം വേദന മാത്രമല്ല, അതിനും അപ്പുറമാണ്. ഇത് നിരന്തരമായ ഉപദ്രവവും ഭീഷണിപ്പെടുത്തലും ബോഡി ഷേമിങ്ങുമാണ്. ഇത്തരം പ്രവർത്തികൾ ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും. ഈ ലോകത്തോട് വിട പറയണമെന്ന ചിന്തകളിലേക്ക്
അവരെ തള്ളിവിടുകയാണ് ചെയ്യുന്നതെന്നും സന കുറിക്കുന്നു. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതുകൂടി കമന്റ് ചെയ്യും. എന്തായാലും എനിക്കും ഇതൊക്കെ തന്നെ പറയാനുണ്ട്. ഇമാതിരി അപരാധം വന്ന് കാണിക്കുമ്പോഴത്തേക്കും ആൾക്കാർ എങ്ങനെ പ്രതികരിക്കാതിരിക്കും, എങ്ങനെ സൈബർ ബുള്ളിങ്ങും സൈബർ ആക്രമണമൊക്കെ നടത്താതിരിക്കും എന്ന് പറ. കാരണം അമ്മാതിരി വൃത്തികേടല്ലേ വന്ന് നിന്ന് കാണിച്ചുകൊണ്ട് കടന്ന് അങ്ങ് തുള്ളി 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 കാണിക്കുന്നത് ആണുങ്ങളുടെ മുന്നിൽ. ഇത്ര പബ്ലിക്കായിട്ടാണ് ആ ഒരു സ്ത്രീ വന്ന് നിന്നിട്ട് അമ്മാതിരി വൃത്തികേട് കാണിക്കുന്നത്. അവരുടെ വസ്ത്രധാരണം വളരെ മോശം, അതുപോലെ അവരുടെ മറച്ചു വെക്കേണ്ട ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വല പോലത്തെ എന്തോ ഒരു ഡ്രസ്സാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ എക്സ്പോസ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്ന് പറ. പിന്നെ കുറേ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ആൾക്കാരുടെ പ്രതികരണം. ഇമ്മാതിരി കിടന്ന് വന്ന് തുള്ളുകയും ചാടും ഒക്കെ ചെയ്തിട്ട് പിന്നെ ആൾക്കാർ മോശം പറഞ്ഞു, ബോഡി ഷേമിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിൽ എന്ത് കാര്യം ഇരിക്കുന്നു? അതുപോലെ കാണിച്ചിട്ടില്ലേ ആൾക്കാർ പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവരെ ബോഡി ഷേമിങ് ചെയ്തായിട്ടോ അല്ലെ അവരെ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമന്റ് ഇടാതിരിക്കുന്നത് എങ്ങനെയാണ്? അമ്മാതിരി വൃത്തികേടല്ലേ വന്ന് നിന്ന് ആൾക്കാരുടെ മുന്നിൽ കാണിച്ചു കൂട്ടുന്നത്.